ഞാൻ ഏത് കളരിയിലാണ് പോകേണ്ടത്? എനിക്കറിയില്ല, അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടി വരും. കുട്ടികളാരും കളരി കയറുന്നില്ല. പിന്നെ എവിടെ കയറണേ? എല്ലാവരും കൂത്തമ്പലത്തിൽ കൂടിയിരിക്കുക. എന്തിന്? സമരാത്രേ. സമരോ? ഇവിടെ അങ്ങോട്ട് ഏർപ്പാട് ഉണ്ടായിട്ടില്ലല്ലോ. പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാരും ഉണ്ട്. ആകെ പ്രശ്നമായ മട്ടാ സാറേ. എന്താ വാസ്തവ പ്രശ്നം? പ്രശ്നം നിങ്ങൾ തന്നെയാ. ഞാനോ? ഓ, കുട്ടികളോട് പരസ്യമായി മാപ്പ് പറയാതെ അവരൊരു കളരിയിലും കയറില്ല അത്രേ. എന്തിനാ മാപ്പ്? കള്ളും കുടിച്ചു വന്ന് ഒരു കുട്ടിയുടെ അരങ്ങേറ്റം താൻ കൂവി നശിപ്പിച്ചില്ലേ? അങ്ങനെ ഒരാളെ അവർക്കൂടെ വേണ്ടെന്ന്. ഓ, അതാണോ കാര്യം? ഞാൻ മാപ്പ് പറയാം. കോടതിയുടെ കമ്മിറ്റിയുടെ തീരുമാനം നാം അറിയേണ്ട കാര്യമില്ല. ഇത്തരം പെരുമാറ്റ ദോഷമുള്ള ഒരാളെ ഗുരുവായി അംഗീകരിക്കാൻ നാം തയ്യാറല്ല. അയാൾ പരസ്യമായി മാപ്പ് പറയണം, അല്ലെങ്കിൽ സ്വയം പിരിഞ്ഞു പോകണം. അതുവരെ ഒരു കളരി ഇവിടെ പ്രവർത്തിക്കില്ല. നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ, നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ, നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. ഞാൻ മാപ്പ് പറയാം. നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ, ഞാൻ മാപ്പ് പറയാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊന്നും പറയണ്ട. ഒരു കലാകാരിയുടെ അരങ്ങേറ്റം കലക്കിയതിന് മാപ്പ് പറഞ്ഞാൽ മതി. അതിനു മുമ്പ് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ഗുരുവിന്റെ വേഷം കെട്ടി വരാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? യഥാർത്ഥ ഗുരു മത്സ്യം, കൂർമ്മം, ഭ്രമരം ഇവയുടെ തന്ത്രങ്ങൾ അറിഞ്ഞവനാകണമെന്നുണ്ട് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ. കുട്ടി, ശാസ്ത്രങ്ങൾ മുഖവുര മാത്രമാണ്. അതിനേക്കാൾ മഹത്താണ് കല. അത് ശാസ്ത്രങ്ങളെ കുറിച്ച് വിവരമില്ലാത്തവരുടെ പറച്ചിലാണ്. ഭരതന്റെ നാട്യശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ചാണ് ഞാൻ ആടിയത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആസ്വാദകർ നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാറേയില്ല, രസിക്കാറേ ഉള്ളൂ. കലയെയും സഭയെയും അപമാനിക്കലാണോ നിങ്ങളുടെ ആസ്വാദനം? എന്ത് വൈരാഗ്യത്തിന്റെ പേരിലാണ് നിങ്ങൾ എന്റെ അരങ്ങേറ്റത്തിന് ബഹളം ഉണ്ടാക്കിയത്? മഹാനർത്തക എന്ന് വിശേഷിപ്പിച്ചിട്ട് ശുഷ്ക നൃത്തം ചെയ്തപ്പോൾ ഒന്ന് കൂവിപ്പോയി. ഒരൊറ്റ കൂവലിൽ ഏകാഗ്രത പോയി, താളം പോയി. കുട്ടിക്ക് അരങ്ങേറ്റത്തിനുള്ള പാകമായിട്ടില്ല. കുട്ടിയുടെ ഗുരുക്കന്മാരാണ് ആദ്യം ആ കൂവൽ കേൾക്കേണ്ടത്. ഭരതനാട്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ശാസ്ത്രീയമായി ഈ കുട്ടി ചെയ്തതിൽ എന്താണ് തെറ്റ്? പാവകളിയാണ് നിങ്ങൾ അരങ്ങേറ്റിയത്. ശാസ്ത്രീയമായി ചലിക്കുന്ന മാളവിക എന്ന പാവ. ട്യൂൺ ചെയ്തു വിട്ടാൽ ഏത് യന്ത്രമനുഷ്യനും ഭരതനാട്യം ചെയ്യും. അത് കലയല്ല, കരണങ്ങളുടെ ലയമാണ് കല. നൃത്യ നാട്യങ്ങൾ വികാരഭാവങ്ങളുടെ പ്രകടനമാണ്. ഭാവനാനുഭവത്വം ഭരതത്വം. അതിന് ഭാവന വേണം, അനുഭവം വേണം, മനസ്സും ശരീരവും അർപ്പിക്കണം. എങ്കിലേ രസം ഉണ്ടാവുള്ളൂ. യതോ ഹസ്ത സ്തതോ ദൃഷ്ടി, യതോ ദൃഷ്ടി സ്തതോ മനഃ, യതോ മനസ്തതോ ഭാവോ, യതോ ഭാവ സ്തതോ രസ. ശാസ്ത്രമാണ് നന്ദികേശന്റെ അഭിനയ ദർപ്പണം. അതെ, ശ്രീ പരമേശ്വരനാണ് ആടിയത്. ഇവൾ ആടിയതും താണ്ഡവം തന്നെയാണ്. അവിടെ നിങ്ങളുടെ ശാസ്ത്രവിധി തെറ്റി. പും നൃത്യം താണ്ഡവം പ്രാഹു, സ്ത്രീ നൃത്യം ലാസ്യമുച്യതേ. ഭരതന്റെ നാട്യശാസ്ത്രമാണ്. പുരുഷനാണ് താണ്ഡവം, സ്ത്രീക്ക് ലാസ്യമാണ് വിധി. ആനന്ദ നടനം അവൻ ആടി എന്നാണ്, ഞാൻ ആടി എന്നല്ല. അപ്പോൾ മറ്റാരോ ആണത് പറയുന്നത്. ഉമയാകാം, അല്ലെങ്കിൽ നർത്തകി തന്നെയാകാം. അതിന് താണ്ഡവമാടിയാൽ ശരിയാകുമോ? അത് ശരിയാണെങ്കിൽ തന്നെ ആനന്ദ താണ്ഡവമാണോ ആനന്ദ നടനമാണോ? ഏതവസ്ഥയിലുള്ള ആനന്ദമാണ്? ഭക്തിയുടേതാണോ, പ്രണയത്തിൻ്റെതാണോ, അത്ഭുതത്തിൻ്റെതാണോ എന്ന് മനസ്സിലാക്കണം. ഓരോ ഭാവതലത്തിനും നാട്യരീതി വ്യത്യസ്തമായിരിക്കണം. അവലംബിക്കുന്നത് നാട്യശാസ്ത്രമോ അഭിനയ ദർപ്പണമോ അഭിനയ ചന്ദ്രികയോ നൃത്തരത്നാവലിയോ ഏത് ശാസ്ത്രവുമാകട്ടെ. രീതികളിൽ ഭരതനാട്യമോ കുച്ചിപ്പുടിയോ മോഹിനിയാട്ടമോ കഥകളിയോ ഭാംഗടയോ ഒഡിസിയോ മണിപ്പൂരിയോ കഥക്കോ നാടോടി നൃത്തമോ എന്തു തന്നെ ആകട്ടെ, സൃഷ്ടിക്കേണ്ടത് ഭാവരസങ്ങളാണ്. ശ്രമിക്കാം. 6-7 കൊല്ലമായി നാട്യം മനസ്സിലേ ഉള്ളൂ, പരിശീലനമില്ല. ആ കുറവ് പൊറുക്കുക.
ഞാൻ മാപ്പ് പറയാം. ഞാൻ മാപ്പ് ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായത്. ഗുരുകുല സമ്പ്രദായത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനമായത്. നീ അവിടെ കഥകൾ പഠിക്കാൻ വന്നോ അതോ സമരം ചെയ്ത് നേതാവാൻ? ഒരു സദസ്സായി പോയി ഇല്ലേ? കരണക്കുറ്റിക്കൊന്നും തന്നിട്ട് പിടിച്ചിറങ്ങി വിട്ടേനെ ഞാൻ. മാളുവിന്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അതിന് അവളുടെ അച്ഛനുണ്ട്. നീ ഇപ്പൊ രക്ഷകർത്താവൊന്നും ആവണ്ട, അതൊക്കെ പിന്നെ മതി. കല്യാണം കഴിച്ചു തന്നിട്ടൊന്നുമില്ലല്ലോ. രക്ഷകർത്താവ് മതി അവനിട്ട് വഴക്ക് പറഞ്ഞത്. കുട്ടികളാവുമ്പോ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയെന്ന് വരും. ഇനി ഉണ്ടാവില്ല. കുളിമുറിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, കുളിച്ചാ ഊണ് കഴിക്കാം. നീ എന്തിനാ എന്നിങ്ങോട്ട് വരാൻ പോയത്? നല്ല ചൂടായിരിക്കും പറഞ്ഞു തരണോ? ഏട്ടനെ പോലെ എനിക്കുണ്ട് ഇത്തിരി ചൂട്. മാളുവിന്റെ കാര്യത്തിൽ ഞാൻ ചൂടാവണ്ടേ ഏടത്തി? അതിന് സമരല്ല, വേണ്ടി വന്ന അയാൾക്കിട്ട് 2 കൊടുത്തുന്നും വരും. എന്നിട്ടിപ്പൊ ചമ്മിയില്ലേ എല്ലാരും? ഞാൻ അറിഞ്ഞു വിശേഷമൊക്കെ. അത് പിന്നെ അയാള് നല്ല അസല് പെർഫോമറാ, അത് മാനിക്കാണ്ട് പറ്റുമോ? ആ ഏതായാലും നമ്മുടെ പെർഫോമൻസിൽ മാളു ഹാപ്പിയാ, എനിക്കത് മതി. ഞാൻ ഏട്ടനോട് പറയണുണ്ട്. അയ്യോ ചതിക്കല്ലേ, ഞാൻ പോണു. ഉണ്ടിട്ട് പോവാടാ, നല്ല അവിയലുണ്ട്. വേണ്ടേ, ഉണ്ണാനിരിക്കുമ്പോ അഷ്ടകലാശം കൂടി കാണേണ്ടി വരും. ഹോസ്റ്റലിൽ നല്ല അഴ കുഴമ്പൻ സാമ്പാറുണ്ട്. പോട്ടെ. മാളവിക നങ്ങിയാരെന്താ ഒളിച്ചു കളിക്കുന്നത്? ഇത് നാട്യശാസ്ത്രത്തിലുള്ളതാണോ? വരണം, മുന്നിലേക്ക് വരണം. താൻ പിന്നിലേക്ക് നിൽക്കൂ. നാട്യറാണിമാർ പിന്നിൽ നിൽക്കാൻ പാടില്ലല്ലോ. ഒന്നുകൂടി നോക്കാം. മുഖം എന്താ ഇങ്ങനെ? അഭിനയിച്ചെന്നെ വരട്ടെയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്രവിധിയോ? കരുണരസമല്ല ഇവിടെ വേണ്ടത്, ശൃംഗാരം, സാത്വിക ശൃംഗാരം. ഇതും ഒരു ആനന്ദാവസ്ഥയാണ്. കലാമന്ദിരത്തിന്റെ അഭിമാനതാരത്തിന് മനസ്സിലാവണുണ്ടോ? എന്താ കുട്ടി, എഴുന്നേക്കൂ, എഴുന്നേപ്പിക്കൂ. കൊണ്ടു കൊണ്ടു. ഛേ, കഷ്ടായി പോയി. എന്തിനാ കുട്ടി കരഞ്ഞേ? മാഷ് കളിയാക്കിട്ടല്ലേ? ആണോ? എങ്കിൽ സാരമില്ല. നിങ്ങളുടെ കൂട്ടുകാരിക്ക് അഹങ്കാരത്തിന്റെ കൊമ്പുണ്ട്, അത് ഒടിക്കണം, അല്ലെങ്കിൽ അവൾ ഒന്നും ആവില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ മാഷേ? ചോദിക്കൂ. അരങ്ങേറ്റത്തിന് മാളവികയെ മാഷ് കൂവി, ഞങ്ങൾ എന്താ വെറുതെ വിട്ടത്? അതിന് പല കാരണങ്ങളുണ്ട്. നിങ്ങളൊക്കെ സാധാരണ കുട്ടികളെ പോലെ അരങ്ങേറി. തെറ്റുകുറ്റങ്ങൾ പൊറുക്കാം. ഇവൾ ആരാണ്? കലാമന്ദിരത്തിന്റെ അഭിമാനതാരവും. അഭിമാനതാരം ആ നിലവാരം പുലർത്തണം, അതൊന്ന്. പിന്നെ പ്രശംസിച്ച് പ്രശംസിച്ച് എല്ലാവരും കൂടെ ആ കുട്ടിയുടെ ഭാവി നശിപ്പിക്കുകയാണ്. നർത്തകി ലക്ഷണങ്ങളുള്ള ഒരു കുട്ടിയാണവൾ. അവളിൽ വലിയൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. ആ കുട്ടി അഹങ്കാരിയായി നശിക്കരുത്, അതിനുവേണ്ടി കൂവി. പിന്നെ കുറച്ച് എൻ്റെ കുറുമ്പ്, അങ്ങനെ പലതും ഉണ്ട്. ഒരു നർത്തകിയുടെ കണ്ണുനീര് വീണ് ഈ കളരിയിൽ ഇന്നിനി പഠിപ്പ് വേണ്ട. എടി മാളു, അച്ഛനിരുന്നു, നിന്നെ വിളിക്കണു. എനിക്ക് വിശപ്പില്ല. നീ കുട്ടികളുടെ കൂടെ നടന്ന് ധിക്കാരം കാണിച്ചിട്ടല്ലേ അച്ഛൻ വഴക്ക് പറഞ്ഞത്? അതുകൊണ്ടൊന്നും അല്ല. പിന്നെന്താ? അയാൾ പറഞ്ഞത് ആലോചിച്ചിട്ടാ? അത് അയാളുടെ രീതി. നീ നിന്റെ ഗുരുക്കന്മാര് പറയണ പോലെ പഠിക്കുക. അദ്ദേഹം പറഞ്ഞതാണമ്മേ ശരി. എന്താ പറഞ്ഞേ? നന്ദഗോപം പറഞ്ഞതാ ശരിയെന്നാ ഇപ്പൊ ഇവളും പറയണത്. അപ്പൊ അങ്ങനെയായോ? 3 കൊല്ലം ഞാൻ പഠിച്ചതും അഭ്യസിച്ചതൊന്നും നാട്യമേ അല്ല മോളെ. 3 കൊല്ലം കൊണ്ട് ആർക്കും ഒന്നും പഠിക്കാൻ പറ്റില്ല. ഒരു അടിസ്ഥാനം ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അയാളുടെ രീതിയാണ് ശരിയെങ്കിൽ ആ ചിട്ടകൾ പഠിപ്പിക്കും. അതിനല്ലേ അയാൾ വന്നിരിക്കുന്നത്. ഇത് പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ. എനിക്ക് വിശക്കണം, നീ വരണ്ടോ? ചെല്ലടി, നീ ഇരുന്നില്ലെങ്കിൽ കഴിച്ചൊന്ന് വരത്തേ ഉള്ളൂ. ഒപ്പം ചെന്ന് ഇരിക്കെങ്കിലും ചെയ്യേ. വാ. ഉറങ്ങായിരുന്നോ? അല്ല, വെറുതെ കിടന്നു. ഇതിപ്പോഴും കഴിക്കണ്ടല്ലേ? ശീലായി പോയി. ഈ കളരി ഇപ്പൊ ആരും ഉപയോഗിക്കാറില്ല. പണ്ട് മാഷക്ക് ഏറ്റവും ഇഷ്ടം ഈ കളരിയായിരുന്നു.
വൈകുന്നേരമൊക്കെ ഭാര്യയും കൂട്ടി ഇവിടെ വന്നിരിക്കുന്നത് കാണാറുണ്ട്. മാഷ് എന്നെ അന്വേഷിച്ച് വന്നാണോ അല്ലെങ്കിൽ അതെ, ഇവിടെ ഉണ്ടെന്ന് എന്താ അറിഞ്ഞു. കാര്യം? നിങ്ങൾ കയറി വരൂ. മകളാ. അറിയാം. ഇന്ന് കളരിയിൽ വന്നില്ല. എന്റെ കളരിയിൽ വരണ്ടെന്ന് തീരുമാനിച്ചോ? ഇല്ല, അവള് വലിയ സങ്കടത്തിലാ. ഓ, ഇന്നലെ കുറെ ഞാൻ പരിഹസിച്ചു. ഇനി അങ്ങനെ ഉണ്ടാവില്ല. പൊയ്ക്കോളൂ. അയ്യോ, പരാതി പറയാനും ചോദിക്കാനൊന്നും വന്നതല്ല മോളെ. മാപ്പ് എന്നോട് പൊറുക്കണം. എന്തിന്? കുട്ടിയല്ലേ എന്നോട് പൊറുക്കേണ്ടത്. അരുത്, അങ്ങനെ പറയരുത്. എന്നെ കുറിച്ച് എന്റെ കൂട്ടുകാരോട് പറഞ്ഞതെല്ലാം അറിഞ്ഞു. ഏയ്, അതൊന്നും വേണ്ട. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് തന്നെ കാലം അനുവദിക്കുമോ എന്ന് സംശയം. പുറമേ കാണുന്നതേ ഉള്ളൂ, ഉള്ളിൽ പലതും എരിഞ്ഞെരിഞ്ഞ് തീരാറായി. എനിക്കിനി മറ്റൊരു ഗുരുവില്ല. ഇത് സ്വീകരിക്കണം. ഇതൊന്നും എനിക്ക് വേണ്ട. ഒരു ഗുരുവിന് വേണ്ട യോഗ്യതയൊന്നും എനിക്കില്ല. ജ്ഞാനം കുറവ്. ഉള്ളത് തന്നെ പ്രവർത്തിക്കാൻ അറിയാൻ പാടില്ല. സ്വഭാവശുദ്ധി അറിയാലോ. ഇതൊന്നും പറഞ്ഞെന്നെ ഒഴിവാക്കരുത്. ഒന്നേ ഉള്ളൂ, അല്പം ലാളന കൂടിപ്പോയി. ആ ഒരു ദോഷം അവൾക്കുള്ളൂ. നൃത്തവും നൃത്യവും നന്നായിട്ടുണ്ട്. നാട്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. അത് സാത്വികമാണ്. മനസ്സിൽ നിന്നാണ് അത് വരേണ്ടത്. അതിന് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ഉഴുതുമറിച്ച് വെള്ളവും വളവും ചേർത്ത നിലം പോലെ വിത്ത് വീണാൽ മുളയ്ക്കണം. മുഖം വിടർന്ന ചെന്താമരപ്പൂ പോലായാൽ മാത്രം പോരാ, അത് കണ്ണാടി പോലെ നവരസങ്ങളും പ്രതിഫലിക്കണം. അതിനാണ് സാധകം. ചായ നിങ്ങൾക്ക് വേണോ? വേണ്ട. ഞാൻ ഒരു കട്ടൻ ചായ കൊണ്ടുവന്നിട്ടുള്ളൂ. കട്ടൻ ചായ എന്തിനാ? സാധനം കൊണ്ടുവരാനല്ലേ പറഞ്ഞു വിട്ടു. ഇത് അത് തന്നെയാണ്. കട്ടൻ ചായ ചേർത്തല്ലേ ആരും അറിയാണ്ടിരിക്കാൻ. നശിപ്പിച്ചു. അറിഞ്ഞാലിപ്പോ എന്താ? മധുരം ഇട്ടിട്ടില്ലല്ലോ. ഞാൻ അത്ര മണ്ടനാ? ഒരു സുഖമില്ല. കുപ്പിയോ? കുപ്പി ഞാൻ കടയിൽ തന്നെ വെച്ച്. നോണ. ആടാ എടുത്തിട്ടില്ല. പിന്നെ എന്താ? നീ ഇതുവരെ വെച്ച് പണ്ടാറടങ്ങല്ലേ? മനുഷ്യന് ജീവിക്കണ്ടേ? മതി. നീ വയ്ക്കോ. അപ്പൊ അതോ? ഇതിവിടെ ഇരിക്കും. ഓടോ. ക്ഷമിക്കണം, പറയാനുള്ള അധികാരമോ അടുപ്പമോ ഇല്ല. എങ്കിലും കടമയുണ്ടല്ലോ ഒരു ശിഷ്യയുടെ. ഇത് നിർത്തിക്കൂടെ? എന്ത്? ഞാൻ കണ്ടു. പ്രിൻസിപ്പലിന്റെ മകൾ എന്ന അധികാരം വേണ്ട. മാളവിക എന്ന വിദ്യാർത്ഥിനിയായാൽ മതി. ദക്ഷിണ സ്വീകരിച്ചു എന്ന് വെച്ച് ശിക്ഷയുടെ അവകാശമൊന്നും കാണിക്കണ്ട. ഇതിന് ഞാനിപ്പോ എന്ത് ചെയ്യും? ഒരു മെമ്മോ കൊടുക്കാം. അല്ലാതെ പഠിപ്പിക്കണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? കോടതി വിധിയും കൊണ്ട് വന്ന ആളാ. കുടിക്കണ്ടെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പറഞ്ഞൂടെ സാറിന്? പറയാം, പക്ഷെ പറഞ്ഞാൽ അയാളുടെ സ്വഭാവം മഹാചീത. വിവരമില്ലാത്തവനാ, എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. സാറിന് പേടിയുണ്ടോ? പേടിയോ? ഹേയ്, അങ്ങനെ ഒരാളെയും പേടിക്കുന്നവനല്ല ഈ വേലായുധൻ. ഞാൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം ഇപ്പൊ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. സാറേ, നമ്മുടെ സ്ഥാപനത്തിന്റെ അന്തസ്. ഈ അന്തസ് ഞാൻ മാത്രം വിചാരിച്ച ഉണ്ടാവുമോ? നിങ്ങൾ സഹകരിക്കണം. ഞാനൊരു വേല പറയാം, ഒരു ഉടക്ക് വേല. ഞാനാണ് ചരട് വലിക്കുന്നത് പുറത്താരും അറിയരുത്. പക്ഷെ അതിന് നിങ്ങളാരെങ്കിലും തയ്യാറാവണം. ആ, ടീച്ചറാ നല്ലത്. പ്രായം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒക്കെ. പിന്നെ
കല്യാണവും കഴിച്ചിട്ടില്ല. സാർ ഇപ്പോഴും അതെ ഒരു കളിയാക്കല്. പണ്ട് ഇതേ വേല വെച്ച് ഞാനൊരു മന്ത്രിയെ തേജോവധം ചെയ്ത് താഴെ ഇറക്കിയിട്ടുള്ളതാ. കരുതലോടെ ആസൂത്രണം ചെയ്യണം, അത് ഞാൻ ചെയ്തോളാം. എന്താണെന്ന് പറയൂ. ബലാത്സംഗ ശ്രമം. മദ്യപിച്ച് ലക്കുകെട്ട നന്ദഗോപൻ രമാദേവിയെ കയറി പിടിക്കുന്നു. ദേവി കരയുന്നു, ബഹളം വെക്കുന്നു, നമ്മളെല്ലാം ഓടിക്കൂടുന്നു, സംഭവം ചോദിക്കുന്നു, അവന്റെ പേര് പറയുന്നു. അവിടെ വെച്ച് ഞാനൊരു സസ്പെൻഷനോടെ എഴുതി കൈ കൊടുക്കുന്നു. അയ്യോ എനിക്കൊന്നും പറ്റില്ല. അയ്യോ വെറുതെ അഭിനയിച്ചാ മതി. അതെന്താ ആ സംവിധാനം ഇഷ്ടപ്പെട്ടില്ലേ? ഇതൊക്കെ സംസ്കാരമുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റിയ കാര്യമാണോ സാറേ? ഞങ്ങൾക്ക് അയാളെ സസ്പെൻഡ് ചെയ്യോ പിരിച്ചുവിടിയോ ഒന്നും വേണ്ട. ഈ സ്ഥാപനത്തുള്ളിൽ അയാൾ മദ്യപിക്കരുത്, ഞങ്ങളെ താഴ്ത്തിക്കെട്ടരുത്. ഞാൻ എല്ലാം കേട്ടു. ഉടക്ക് വേല കൊള്ളാം സാറേ. സാർ ഇരിക്കൂ, ആ വിഷയം നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ വന്നത് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ കളരിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ്. പുറത്ത് നല്ല തണലുണ്ട്, കാറ്റുണ്ട്, വെളിച്ചമുണ്ട്. ഒരേ മുറിയിൽ വെച്ചുള്ള പഠിപ്പിന്റെ വിരസത തോന്നുകയില്ല. പ്രിൻസിപ്പൽ സമ്മതിച്ചിട്ടുണ്ട്. സാറിനോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്? തന്റെ തോന്നിയ സ്ഥലം ഇവിടെ നടക്കുന്നത്. നടന്നോട്ടെ. അപ്പൊ ഞാൻ ഈ തോന്നിയാസം അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. എന്തിനാണ് കഥ കളിക്കുന്നത്? ഒച്ച ഉണ്ടാക്കരുത്. തന്റെ കഥ ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും. തനിക്ക് എന്നെ വേല വെക്കണം അല്ലേടോ? പാർട്ടിയെ പിളർക്കുകയും മന്ത്രിയെ വീഴ്ത്തുകയൊക്കെ ചെയ്യുന്ന വേല കലാകാരന്മാരോട് കാണിച്ച തന്റെ കണ്ണ് രണ്ടും ഞാൻ കുത്തിപ്പൊട്ടിക്കും. അനാവശ്യം കാണിക്കല്ലേ നന്ദഗോപാല. ഇനി മേലാത്തായതിനകത്ത് പാർട്ടി കളി കളിക്കോടോ? ഇല്ല. സത്യം ചെയ്യടോ? സത്യം. ദൈവ സത്യം ചെയ്യടോ? സത്യം. ഇതിന്റെ പേരിൽ മെമ്മോയോ വിശദീകരണ വല്ലതും ചോദിച്ചാ ഇരട്ടടി അടിച്ച് തന്റെ കൈയും കാലും ഞാൻ ഓടിക്കും. മലയാളത്തിലല്ലേ നന്ദഗോപാല? ഇരിക്കാടോ. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ തസ്തികയുടെ കസേരയാണ്. ഇതിന്റെ മാന്യത കളയാതെ ഇവിടെ ഇരുന്നോളാം. മനസ്സിലായോ? വരട്ടെ. ഇല്ല. അയ്യേ. പുറത്തേക്കൊന്നും പോയില്ലേ മാഷേ? ആ ആശാനോ, ഇന്നലെ പിന്നെ കളിയുണ്ടായിരുന്നു. ഓ ഉറക്കക്ഷീണോ? അങ്ങോട്ടിരിക്കാം. ആ പിന്നെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഇല്ല. നമ്മുടെ സെക്രട്ടറി ഉണ്ടല്ലോ, വേല ആയുധമാക്കിയവൻ വേലായുധൻ 3 മാസത്തെ മെഡിക്കൽ ലീവിൽ പ്രവേശിച്ചിരിക്കുന്നു. എന്താ അസുഖം? ഒന്നുമില്ല, കുഷ്ടുണ്ട്. അത് മനസ്സിലാ. ആരോഗ്യപരമായ കാരണങ്ങളാൽ എന്നെ കടലാസിലുള്ളൂ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പിന്നീട് കൊണ്ടുവരും. ചാർജ് സൂപ്രണ്ടിനെ ഏൽപ്പിച്ചു. ആരോടും പറഞ്ഞില്ല. ഇനി നമ്മുടെ സ്ഥാപനത്തിൽ നല്ലത് വരും. നമ്മുടെ നന്ദഗോമാഷ് എങ്ങനെ ഇരിക്കുന്നു? മിടുക്കൻ, മിടുമിടുക്കൻ. ഇത്തിരി കള്ളുകൂടി കൂടുതലുണ്ടെന്നുള്ളൂ. അത് കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണെന്നാണല്ലോ വെപ്പ്. അതിലിവിടെ ആശാന്മാര് കുറവല്ലല്ലോ. ആ പിന്നെ മാളുവിന്റെ നിർബന്ധം കൊണ്ട് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്താ? അവളെ കൊണ്ട് നന്ദഗോപന് ഒരു ദക്ഷിണ കൊടുപ്പിച്ചു. അതിലിവിടെ വിരോധമൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്കെന്ത് വിരോധം? നന്നായി. നല്ല ജ്ഞാനം അയാൾക്ക്. അയാളെ ഉള്ളു നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത്. അസലായി. അതുകൊണ്ട് മറ്റാശാറ്റിമാർക്കൊക്കെ ഒരു മുഴിച്ചിലുണ്ട്. എന്തായാലും നമ്മുടെ വിദ്വാനും കൂടി ഇവിടെ പറഞ്ഞേക്കു വിവരം. ആരോട്? സോമശേഖരനോട്. അല്ലാതാരാ? അയാൾക്കും മുഴിച്ചിൽ തോന്നരുതല്ലോ. മാളു, ഇന്ന് ക്ലാസ് ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു. കളരിയിലായിരുന്നില്ല, പിന്നിൽ ആളിന്റെ തണലിലായിരുന്നു. ഓ, പുതിയ പരിഷ്കാരം. ഗുരുവിന് ദക്ഷിണ വെച്ച് നമസ്കരിച്ചു എന്ന് കേട്ടു. ഉവ്വ്. എന്താ, വീട്ടിൽ വരുത്തി പ്രത്യേകം പഠിക്കാൻ ഉദ്ദേശമുണ്ടോ? ചിലപ്പോ. വീട്ടിൽ വരുത്തിയല്ല, അദ്ദേഹം പറയുന്ന സ്ഥലത്ത് ചെന്ന് പഠിക്കും. ഒന്ന് പറയായിരുന്നു മാളുവിന്. ഞാനെന്താ വന്ന് തടയുമെന്ന് വിചാരിച്ചോ? അത്ര കലാബോധമില്ലാത്ത ആളല്ല ഞാൻ. മാളു വലിയ ഞാൻ പോണു. അവരൊക്കെ കാത്തു നിൽക്കാണ്. അവളുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു കണ്ണുണ്ടെന്ന് മനസ്സിലാക്കണല്ലോ. നിന്റെ ഈ ഗൗരവം കണ്ട ചിരി വരും കേട്ടോ. എന്താ നിന്റെ ആള് ഗൗരവത്തില്? ഞാൻ മാഷിന് ദക്ഷിണ വെച്ചതിന് മുമ്പ് ഒന്ന് പറയണമായിരുന്നു ഇത്രേ. അതൊക്കെ ആളായതിനു ശേഷം മതി. മാഷിനോട് നീ ആവശ്യമില്ലാത്ത അവകാശം എടുക്കണുണ്ട്. ഞാൻ എന്താ ഇത്? എനിക്ക് തോന്നി വേണ്ടാത്തൊന്നും മനസ്സിൽ കേട്ടണ്ട.